Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഒരു നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ സേമിയ നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ മതിയാവും. അപ്പോൾ സേമിയ ഏകദേശം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് സേമിയ ആണല്ലോ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫില്ലിങ്സ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സേമിയ വെന്ത് കിട്ടിയാൽ ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തേങ്ങ ഒരുപാട് വഴന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടുമെന്ന് വേണ്ട, അതിൻ്റെ മുന്നേ തന്നെ കളറ് ചേഞ്ച് ആവുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു സേമിയ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് സേമിയയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്നവരെ ഇളം ചൂടിൽ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു 6 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് വെച്ചിട്ടുള്ള ബാറ്റർ തന്നെ റെഡിയാക്കി എടുക്കണമെന്നില്ല, മൈദ വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 കോഴിമുട്ടയാണ്. അപ്പോൾ ഇതിലേക്കൊരു 3 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡും മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നല്ല കട്ടിക്കാണ് മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി, മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടണമെന്നില്ല, ചെറുതായിട്ടൊന്ന് സെറ്റായാൽ മതിയാവും. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് കുറച്ച് കട്ടിക്കാൻ ഇട്ട് കൊടുക്കട്ടെ, എന്നാൽ മാത്രം നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് അത്യാവശ്യം കട്ടിക്ക് ഉണ്ടാകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ബാക്കി പകുതി ബാറ്റർ സൈഡിലൂടെ മുകളിലൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് ഈ ഒരു ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോയിലെ ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം സൈഡിലൂടെ എല്ലാ ഭാഗവും കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് സെൻറ്ററിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ.
എല്ലാം സെറ്റായിട്ട് കഴിഞ്ഞാൽ ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടായിയുടെ താഴെ പഴയ അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുത്താൽ അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്തായപ്പോൾ തന്നെ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത്. സെൻറ്ററിൽ ചെറുതായിട്ടൊരു മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊരു ഒട്ടുന്ന പോലെ ഉണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിൽ ബ്രെഡ് ആയത് കാരണം പെട്ടെന്ന് അടി പിടിക്കും. ഇനി ഇത് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ള വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ മുകൾ ഭാഗം കൂടെ ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയയുടെ നല്ലൊരു ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോളയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.